ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ എനർജി വാമ്പയേഴ്സ്. നമ്മുടെ ജീവിതത്തിൽ അവരെ എന്തുകൊണ്ട് ഒഴിവാക്കണം? നമ്മുടെ ദിവസേന ജീവിതത്തിൽ നമ്മൾ പല വിധത്തിലുള്ള ആളുകളെ കാണുന്നു. ചിലർ നമ്മെ എൻകറേജ് ചെയ്യുകയും പിന്തുണയ്ക്കുകയും സന്തോഷവും ആത്മവിശ്വാസവും നൽകുകയും ചെയ്യുന്നു. എന്നാൽ ചിലർ നമ്മുടെ ഊർജവും സന്തോഷവും മാനസിക സമാധാനവും കുറയ്ക്കുന്നവരാണ്. ഇത്തരക്കാരെയാണ് സാധാരണയായി എനർജി വാമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇവർ യഥാർത്ഥ വാമ്പേഴ്സ് അല്ലെങ്കിലും അവരുടെ പെരുമാറ്റം നമ്മെ മാനസികമായും വികാരപരമായും ക്ഷീണിതരാക്കാൻ കഴിയും. ആരോഗ്യകരവും സമാധാനപരവുമായ ജീവിതത്തിനായി ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞ് അവരിൽ നിന്ന് അകലുന്നത് വളരെ പ്രധാനമാണ്. എനർജി വാമ്പയേഴ്സ് സാധാരണയായി നിരന്തരമായി പരാതി പറയുന്നവരും വിമർശിക്കുന്നവരുമാണ്. അവർ പ്രശ്നങ്ങൾക്ക് മാത്രം ശ്രദ്ധ കൊടുക്കും, പരിഹാരങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഇവരോടൊപ്പം സമയം ചിലവഴിക്കുമ്പോൾ നമ്മൾ ക്ഷീണിതരായതുപോലെയും സമ്മർദ്ദത്തിലായതുപോലെയും അനുഭവപ്പെടും. നമ്മെ ഈ കൂട്ടർ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അവർ നമ്മുടെ സ്വപ്നങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും കഴിവുകളെ സംശയിക്കുകയും നെഗറ്റീവ് ചിന്തകൾ പരത്തുകയും ചെയ്യും. കാലക്രമേണ ഇത് നമ്മുടെ ആത്മവിശ്വാസത്തെയും സന്തോഷത്തെയും ബാധിക്കും. എനർജി വാമ്പേഴ്സിൻ്റെ ഒരു പ്രധാന സ്വഭാവം സ്ഥിരമായ നെഗറ്റിവിറ്റിയാണ്. അവരുടെ ജീവിതത്തിൽ എന്താണ് തെറ്റായി നടക്കുന്നതെന്ന് അവർ എപ്പോഴും പറയുന്നവരാണ്. നല്ല കാര്യങ്ങൾ സംഭവിച്ചാലും അതിൽ പോലും അവർ പരാതി കണ്ടെത്തും. ഇത്തരക്കാരുടെ സമീപം കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ ചിന്തകളും ക്രമേണ നെഗറ്റീവായി മാറാൻ സാധ്യതയുണ്ട്. ഇവരുടെ മറ്റൊരു സ്വഭാവം വികാരപരമായ നിയന്ത്രണമാണ്, എമോഷണൽ മാനിപ്പുലേഷൻ. ചില എനർജി വാമ്പേഴ്സ് മറ്റുള്ളവരെ കുറ്റബോധത്തിലാക്കുകയോ അവരുടെ പ്രശ്നങ്ങൾക്ക് മറ്റുള്ളവരെ ഉത്തരവാദികളാക്കുകയോ ചെയ്യും. അവർ നിരന്തരം ശ്രദ്ധയും പിന്തുണയും ആവശ്യപ്പെടും, പക്ഷേ അതുപോലെ മറ്റുള്ളവർക്ക് പിന്തുണ നൽകാൻ അവർ തയ്യാറാകില്ല. ഇത്തരത്തിലുള്ള ഏകപക്ഷീയ ബന്ധങ്ങൾ നമ്മെ മാനസികമായി വളരെ ക്ഷീണിതരാകും. ഇത്തരം ആളുകൾ നമ്മുടെ സമയവും മാനസിക ഊർജവും നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ഉൽപ്പാദകരമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലവഴിക്കേണ്ട സമയത്ത് അവരുടെ പരാതികളും അനാവശ്യ പ്രശ്നങ്ങളും കേട്ട് സമയം നമുക്ക് കളയേണ്ടി വരും. ഇതുവഴി നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള ശ്രദ്ധയും ഉത്സാഹവും കുറയാം. അതുകൊണ്ട് നമ്മുടെ മാനസികവും വികാരപരവുമായ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നത് വളരെ പ്രധാനമാണ്. അതിന്
അവരെ വെറുക്കുകയോ തർക്കിക്കുകയോ ചെയ്യേണ്ടതില്ല. പകരം നമ്മൾ ആരോഗ്യകരമായ അതിർത്തികൾ, അതായത് ഹെൽത്തി ബൗണ്ടറീസ് സ്ഥാപിക്കണം. നെഗറ്റീവ് ആളുകളോടൊപ്പം ചെലവഴിക്കുന്ന സമയം കുറയ്ക്കുകയും പോസിറ്റീവ് ചിന്ത ഉള്ളവരുമായി കൂടുതൽ സമയം ചെലവഴിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തെ സന്തോഷകരമാക്കും. നെഗറ്റീവ് ആളുകൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും പോസിറ്റീവ് ആളുകൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മുടെ വിജയങ്ങൾ ആഘോഷിക്കുകയും വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു. അവർ നമ്മുടെ ജീവിതത്തിലേക്ക് ആത്മവിശ്വാസവും ഉത്സാഹവും കൊണ്ടുവരുന്നു. അതിനാൽ നമ്മൾ നമ്മുടെ കൂട്ടായ്മ വിവേകത്തോടെ തിരഞ്ഞെടുക്കുമ്പോൾ അത് നമ്മുടെ മാനസികാരോഗ്യത്തിനും വ്യക്തിഗത വളർച്ചയ്ക്കും വലിയ പിന്തുണയാകും. അതുകൊണ്ട് എനർജി വാമ്പയേഴ്സ് നമ്മുടെ സന്തോഷവും ആത്മവിശ്വാസവും മനസ്സമാധാനവും ക്ഷയിപ്പിക്കുന്നവരാണ്. ഇത്തരക്കാരെ നമ്മൾ തിരിച്ചറിയുകയും ആവശ്യമായ അകലം പാലിക്കുകയും ചെയ്യുന്നത് സന്തുലിതവും സന്തോഷകരവുമായ ജീവിതത്തിന് അനിവാര്യമാണ്. പോസിറ്റിവിറ്റിയെ തിരഞ്ഞെടുക്കുകയും പിന്തുണയുള്ള ആളുകളെ ചുറ്റിപ്പറ്റി ജീവിക്കുകയും ചെയ്താൽ നമുക്ക് നമ്മുടെ ഊർജം സംരക്ഷിച്ച് കൂടുതൽ സന്തോഷകരമായ ജീവിതം നയിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇത്തരത്തിലുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകളുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഈ വീഡിയോ ശ്രദ്ധിച്ച് കേട്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ. ഹാവ് എ നൈസ് ഡേ.